തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. വളരെ വലിയൊരു ആവേശമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു അവിടെ നിന്ന്. മിഥുൻ, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രാമൻ എത്തിയിരിക്കുകയാണ്. രാമനെ കാണാൻ അവിടെ ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നു. അവിടെ പൂരത്തിൻ്റെ ആവേശം അലയടിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു എന്താണ് പറയേണ്ടത്, അത്രത്തോളം ആരാധകരുള്ള രാമനെ വരവേറ്റിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. എത്രത്തോളം ആവേശമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ആന കേരളത്തിൻ്റെ മുടിചൂടാ മന്നൻ എന്നൊക്കെ തന്നെ വിളിക്കപ്പെടാവുന്ന ഒന്നാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ആന എന്ന് പേര് കേട്ടിട്ടുള്ള, അങ്ങനെ കേൾവി കേട്ടിട്ടുള്ള ആനയാണ് ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ പെരുമ. എത്ര കണ്ട് പറഞ്ഞാലും തീരാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ നിഴൽ വീഴുന്ന ഇടത്തെല്ലാം ഈ ആരാധക വൃന്ദം ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എല്ലാവരും പ്രതീക്ഷിച്ചത്. ഈ തെക്കേ ഗോപുര നട തുറക്കുന്ന വിളംബര ചടങ്ങ് ഏറ്റവും കൂടുതൽ ജനകീയമാക്കിയതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത്, ജനകീയമാക്കിയതിന് പിന്നിൽ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയതിനു ശേഷമാണ്. ഇപ്പോൾ ഇതാ ചില സുരക്ഷാ കാരണങ്ങളെല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നെയ്തലക്കാവിൽ അമ്മയ്ക്ക് പകരം ഇത്തവണ ഇതാ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് തെക്കേ ഗോപുര നടപടി പുറത്തിറങ്ങിയിരിക്കുന്നു. ഈ കാഴ്ച കാണുന്നതിന് വേണ്ടി എത്രയോ മണിക്കൂറായി ഈ പുരുഷാരം ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഈ ജനങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. നല്ല വെയിലാണ് ഇപ്പോഴുള്ളത്. ഈ വെയിൽ ഇത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തുമ്പി ഉയർത്തി അഭിവാദ്യം ചെയ്തിരിക്കുന്നു, തുമ്പി ഉയർത്തി വണങ്ങിയിരിക്കുന്നു. തൻ്റെ ആരാധക വൃന്ദത്തെ തുമ്പി ഉയർത്തി വണങ്ങിയിരിക്കുന്നു. ആലവട്ടത്തിൻ്റെയും വെഞ്ചാമരത്തിൻ്റെയും എല്ലാം ആ ഒരു ശോഭയോടുകൂടി മിന്നിത്തിളങ്ങുകയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. അതിലേറെ ശോഭയോടെ വിളങ്ങുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ഏറ്റവും ഉയരമേറിയ കൊമ്പൻ്റെ മസ്തകത്തിൽ ഇങ്ങനെ അമർന്നിരിക്കുകയാണ് ചെമ്പൂക്കാവ് ഭഗവതി. ഇതാ പച്ചപ്പട്ടണിഞ്ഞുകൊണ്ട് ചെമ്പൂക്കാവ് ഭഗവതി ഇരിക്കുന്നു. ആ തെച്ചിമാലയും തുളസിമാലയും കൊണ്ട് അലങ്കൃതമായിരിക്കുന്നു ആ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് പൂരപ്പറമ്പിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇതാ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ തീയാണ് രാമൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും നമുക്കിടയിലൂടെ ഇറങ്ങിപ്പോകുന്നത്. അത്തരത്തിൽ അതിമനോഹരമായിട്ടുള്ള കാഴ്ച, ഈ ആന കേരളം കാണാൻ കാത്തുനിന്ന കാഴ്ച. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ഗജകേസരി ഇതാ തെക്കേ ഗോപുര നടയിൽ നിന്ന് ഇറങ്ങി വരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണുന്നതിന് വേണ്ടി ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ തിടമ്പേറ്റി ഇറങ്ങുന്ന കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ആയിരങ്ങളാണ്, പതിനായിരങ്ങൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഫാൻസാണോ? പിന്നെ രാമനെ കാണാനല്ലേ ഇപ്പൊ കണ്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. എത്ര നേരമായി കാത്തിരിക്കുകയാണ്? കുറച്ച് നേരമായിട്ട് കാത്തിരിക്കുക. രാമൻ എന്ന് പറയുന്ന ഒരു ഹരം തന്നെയാണ് എല്ലാവർക്കും. എവിടെ എങ്ങനെയാണ്? പന്തളത്ത് വരുന്നത്. അതെ, ഇന്നലെ എത്തി. ഇന്നലെ വിളംബരം കണ്ടിരുന്നോ അതോ? വിളംബരം കണ്ടിരുന്നില്ല, ഇന്നലെ സന്ധ്യയോടുകൂടി എത്തിയത്. ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണുക എന്നുള്ളത് ഒരു കാര്യം തന്നെയായിരുന്നല്ലോ. തീർച്ചയായിട്ടും 2001 മുതൽ ആന കാണുകയാണ്. ഓരോ പ്രാവശ്യം കാണുമ്പോൾ അതിൻ്റെ ലഹരി കൂടി വരികയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരത്തിൽ തലയെടുപ്പോട് നിൽക്കുന്ന ഒരു ആന എന്ന നിലയിൽ വളരെയധികം അഭിമാനത്തോടു വേണ്ടിയാണ് കാണുന്നത്. നിങ്ങൾക്കിടയിൽ രാമൻ ഫാൻസും മറ്റ് കർണൻ ഫാൻസൊക്കെ തമ്മിലുള്ള ഫൈറ്റൊക്കെ ഉണ്ടാവാറുണ്ട്? തീർച്ചയായിട്ടും തലപ്പൊക്കം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. കർണൻ ജയിച്ചെങ്കിലും രാമൻ്റെ ആ വരവും നിൽപ്പും തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ആയുസ്സിൽ കിട്ടാൻ വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഈ പൂരവിളംബരം ഇത്ര കണ്ട് ജനകീയമാക്കിയത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് എന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ പൂരവിളംബരത്തിനില്ലെങ്കിലും ചെമ്പൂക്കാവ് ഭഗവതിയുടെ ഇടംപേറ്റിയിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എറണാകുളം ശിവകുമാറാണ് പൂരവിളം നടത്തുന്നതെങ്കിൽ പോലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, പൂരം എന്ന് പറയുമ്പോൾ ഏതൊരു ആനപ്രേമിയുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചിത്രമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. തീർച്ചയായിട്ടും അതിനെ വിലക്ക് ഉൾപ്പെടെയുള്ളതാണ് ഈ ഒരു പൂരത്തിന് ഇത്രയും മാറ്റുകൂട്ടുന്നതെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ. പൂരത്തിൻ്റെ ആവേശം തന്നെ രാമനാണ്. ഈ വിലക്കുകളും നിയന്ത്രണങ്ങളൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞ് പഴയകാല പ്രതാപത്തിലേക്ക് പൂരപ്പറമ്പിലെ സജീവ സാന്നിധ്യമാകാൻ രാമന് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഈ വിലക്കുകളൊക്കെ മാറും. അത് പിന്നെ പൂരത്തിൻ്റെ ആവേശമായി വീണ്ടും രാമൻ എത്തും എന്നുള്ളതാണ് ഞങ്ങളെ എല്ലാവരുടെയും ആഗ്രഹം. രാമൻ ഒരു ലഹരി തന്നെയാണ്. തീർച്ചയായിട്ടും രാമൻ എല്ലാ ആനപ്രേമികൾക്കും രാമൻ ഒരു ആവേശവും ലഹരിയുമാണ്. അതെ, ഞാൻ ഹൈദരാബാദിൽ നിന്ന് വന്നതാണ് പൂരം കാണാൻ വേണ്ടി. ഞങ്ങൾ വളരെ ആകാംക്ഷയിലാണ്. ഈ ഒരു അന്തരീക്ഷത്തിൽ വളരെ തൃപ്തനാണ് കാണാനായിട്ട്. ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ഗജകേസരിയുടെ ആ മസ്തകത്തിലിരുന്ന് വിരാജിക്കുകയാണ് ചെമ്പൂക്കാവ് ഭഗവതി. അതിമനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇവിടേക്ക് പുറപ്പെട്ടത് മുതൽ തന്നെ അനുഗമിക്കുകയാണ് രാമൻ്റെ ആരാധക വൃന്ദം ഇങ്ങനെ രാമനെ വിടാതെ പിന്തുടരുകയാണ്. ചെമ്പൂക്കാവിൽ നിന്ന് കിലോമീറ്റർ
കിലോമീറ്ററുകൾ താണ്ടി ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിലേക്ക് രാമൻ എത്തുന്നത് വരെ പലയിടങ്ങളിലും കൂടി നിന്നു രാമന് സ്വാഗതം നൽകിയിരുന്നു. ഈ ചെമ്പൂക്കാവ് ഭഗവതിക്ക് ആദരിച്ച് എതിരേറ്റിരുന്നു ഈ ആരാധക വൃന്ദം. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്ര ആരാധക വൃന്ദവും അതുപോലെ തന്നെ ചെമ്പൂക്കാവ് ഭഗവതിയുടെ വിശ്വാസികളും എല്ലാം തന്നെ ഇപ്പോഴിതാ ഇടയ്ക്കിടെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൻ്റെ തുമ്പി ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നുണ്ട്. ആ തുമ്പി ഉയർത്തൽ ഒരു വലിയൊരു ചിഹ്നമാണ് തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് എന്ന് പറയാം. ഏറെ മുഖത്ത് ആനകളുടെ ലക്ഷണങ്ങളിൽ ഒന്നാണ് മുഖത്ത് വെള്ളക്കുത്തുകളുള്ള ആന എന്ന് പറയുന്നത്. അതൊരു ലക്ഷണമാണ്. ഏറെ വെള്ളക്കുത്തുകളോട് കൂടിയുള്ള ആന. ഇതാ വീണ്ടും ഓരോ തവണയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ആ നിലവൊന്ന് ഉയർത്തുമ്പോൾ, ആ മസ്തകമൊന്ന് ഉയർത്തിപ്പിടിക്കുമ്പോൾ ആരവങ്ങൾ ഇങ്ങനെ മുഴങ്ങുകയാണ് ആ പൂരപ്പറമ്പിൽ. ഒപ്പം തന്നെ ഈ മൊബൈൽ ക്യാമറകളുടെ ഒരു കുടമാറ്റം തന്നെ രാമന് മുമ്പിൽ കാണാം. ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ആരാധക വൃന്ദം രാമന് ചുറ്റും. ഓരോ അടിവെച്ച് രാമൻ താഴേക്ക് ഇറങ്ങുന്നു. ഈ എഴുന്നള്ളിപ്പ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ തട്ടകത്തേക്കുള്ള മടക്കമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ തട്ടകത്തേക്കുള്ള മടക്കം പോലും എന്തൊരു പ്രൗഢമാണെന്ന് നോക്കിക്കേ. എത്രയോ മനോഹരമാണ് ഈ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തട്ടകത്തേക്കുള്ള ഒരു മടക്കം. ആ പ്രൗഢിക്ക് പിന്നിൽ ആരാണ്? ചെമ്പൂക്കാവ് ഭഗവതിയുടെ ഈ പ്രൗഢിക്ക് പിന്നിൽ ഇത്രയും കണ്ട ആളുകൾ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പിന് മുമ്പിൽ ഇങ്ങനെ അണിനിരക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ് കാര്യം? അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ഗജകേസരി തന്നെയാണ് എന്ന് എടുത്തു പറയാൻ കഴിയും. ലക്ഷണത്തികവത്ത ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ആന എന്ന് പേര് കേട്ടിട്ടുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ മസ്തകത്തിൽ ഇങ്ങനെ വിരാജിക്കുകയാണ് ചെമ്പൂക്കാവ് ഭഗവതി. അതിമനോഹരമായിട്ടുള്ള കാഴ്ച. ഈ തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും ആളുകൾ കാത്തിരുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനലക്ഷങ്ങൾ TV സ്ക്രീനിലൂടെയും പതിനായിരങ്ങൾ ഈ പൂരനഗരിയിലേക്കും എത്തി കാത്തു നിൽക്കുന്നത് ഈ കാഴ്ചയ്ക്ക് വേണ്ടിയായിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശ്ശൂർ പൂരം തന്നെയായി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മാറുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഓരോ വർഷവും ഉണ്ടായിരുന്നത്. ഈ പൂരവിളംബരത്തിന് തന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എഴുന്നള്ളിക്കാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും, സാധ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയെങ്കിലും പിന്നീട് അത് മാറുകയാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുമ്പോൾ ആരാധക വൃന്ദം കൂടും. അപ്പോൾ ആളുകളെ നിയന്ത്രിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് നിരവധി പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഈ പൂരത്തിന് ഇത്തരത്തിൽ പൂരവിളംബരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള ഒരു വിവരം ലഭിച്ചത്. ഇതോടുകൂടി തന്നെ ഈ വർഷത്തെ പൂരത്തിന് രാമചന്ദ്രൻ ഉണ്ടാവില്ല എന്ന് ആളുകൾ വിശ്വസിച്ചു, ആളുകൾ കരുതി. രാമനില്ല എന്നുള്ള അത് വാർത്തയാണ്. രാമൻ വരുന്നു എന്നുള്ളത് വാർത്തയാണ്. അതുപോലെ തന്നെ രാമൻ പൂരത്തിനില്ല എന്നുള്ളതും ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം, പൂരപ്രേമികളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമത്തോടെയാണ് ഇത്തവണ രാമൻ പൂരത്തിനെത്തില്ല എന്നുള്ള വാർത്തയെ ജനങ്ങൾ കണ്ടത്. പക്ഷേ ആ ജനങ്ങളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കാൻ വിവിധ ദേവസ്വങ്ങൾ കിണഞ്ഞു ശ്രമിച്ചു. അങ്ങനെ ഇതാ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റാനുള്ള യോഗം, ആ നിയോഗം ഇത്തവണ രാമനിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അങ്ങനെ ഇന്ന് അതിരാവിലെ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി ചെമ്പൂക്കാവ് ഭഗവതിയെ തൻ്റെ മസ്തകത്തിൽ ഇങ്ങനെ ഉപവിഷ്ടനാക്കിക്കൊണ്ട്, ആ തിടമ്പ് ഇങ്ങനെ ഉപവിഷ്ടനാക്കിക്കൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുകയും വടക്കുംനാഥനെ വണങ്ങി ഇപ്പോൾ തെക്കേ ഗോപുര നടവഴി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആരാധക വൃന്ദം വിട്ടുമാറിയിട്ടില്ല രാമനിൽ നിന്ന്. രാമൻ ഇങ്ങനെ ഓരോ അടിവെച്ചിറങ്ങുമ്പോഴും രാമനൊപ്പം തന്നെ ഇറങ്ങുകയാണ് ആരാധക വൃന്ദം. രാമനൊപ്പം തന്നെ പൂരം ചലിക്കുന്നു. ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാഴ്ചകളെല്ലാം ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ഒറ്റ ഗജകേസരിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരൊറ്റ ഈ ആനച്ചന്തത്തിലേക്ക് പൂരത്തിൻ്റെ എല്ലാ കാഴ്ചകളും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ പൂരത്തിൻ്റെ സകല സൗന്ദര്യങ്ങളും ഇതാ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനിലേക്ക് കേന്ദ്രീകരിക്കുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനിൽ സമന്വയിക്കുന്നു പൂരക്കാഴ്ചകൾ ഓരോന്നുമെന്ന് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഇതാ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുര നടവഴി ഇറങ്ങി വരുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മേടച്ചൂടിനും കഴിഞ്ഞ ദിവസം ഇടയ്ക്കിടെ പെയ്തിരുന്ന മഴയുടെ പശ്ചാത്തലത്തിൽ തീർത്തും ഒരു മങ്ങിയ അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ
ഒന്ന് അന്തരീക്ഷത്തെ തണുപ്പിച്ച് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ ചൂട് പിടിപ്പിച്ചിരിക്കുകയാണ് അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തെ ചൂടിൽ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തെ ആവേശച്ചൂടിൽ നിറച്ചിരിക്കുകയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ഗജകേസരി. ആ ഗജകേസരിയെ കാണുന്നതിന് വേണ്ടി ഏതാനും മണിക്കൂറുകളായി കാത്തുനിന്ന ജനലക്ഷങ്ങൾക്കിടയിലേക്ക്, പതിനായിരങ്ങൾക്കിടയിലേക്ക് ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു അവരുടെ പ്രിയപ്പെട്ട ഗജരാജാവ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇതാ തെക്കേ ഗോപുര നടയിൽ നിന്ന് ഇറങ്ങി തൻ്റെ പ്രിയപ്പെട്ട ആരാധകർക്കിടയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഓരോ അടിവെച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. ഇതിനു മുമ്പൊരു ഘടകക്ഷേത്രം ഇറങ്ങിപ്പോയിരുന്നല്ലോ, തൻ്റെ എഴുന്നള്ളിപ്പ് പൂർത്തിയായി. അതിനൊന്നും ഇത്രയും ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ലല്ലോ, അതിനൊന്നും ഇത്രയും ആർപ്പുവിളികൾ ഉണ്ടായിരുന്നില്ലല്ലോ, അതിനൊന്നും ഇത്രയും പ്രൗഢി ഉണ്ടായിരുന്നല്ലോ. ഓരോ ഘടകക്ഷേത്രങ്ങളും അതിൻ്റെതായ പ്രൗഢി ഉണ്ടെങ്കിൽ കൂടിയും ഇത്രയും ആളുകൾ ഈ ഗജനിരയ്ക്ക് മുമ്പിൽ കൂടിയത് എന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരമാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ഗജകേസരി. ആ ഉത്തരമാണ് ഇപ്പോൾ സ്ക്രീനിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ തൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെ സംതൃപ്തപ്പെടുത്തിക്കൊണ്ട് നെറ്റിപ്പട്ടവും സ്വർണ്ണത്തിളക്കമാർന്ന നെറ്റിപ്പട്ടവും തിടമ്പും അതുപോലെ തന്നെ കോലവും വഹിച്ചുകൊണ്ട് ഇതാ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുര നടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഒരു ഒരു ഘടകപൂരത്തിൻ്റെ തിരിച്ചെഴുന്നള്ളിപ്പ് എങ്ങനെയാണ് ഇത്രയധികം ഗംഭീരമായത് എന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇതാ ഇറങ്ങിയിരിക്കുന്നു. തെക്കേ ഗോപുര നടയിൽ നിന്ന് തിരിച്ചെഴുന്നള്ളുകയാണ് ചെമ്പൂക്കാവ് ഭഗവതി. തിരികെ ചെമ്പൂക്കാവ് ഭഗവതി തിരിച്ചെഴുന്നള്ളിയിരിക്കുകയാണ്.